ലഹരി എന്ന മാഫിയ സംഘത്തെ ഒന്നിച്ചു പിടിച്ചു പുറത്താക്കുന്ന കാലം വരെ ഈ തെരുവീതികളിലൂടെ ഞങ്ങൾ ഒരിക്കലും ലഹരിയോട് സമരസപ്പെടില്ല എന്നുള്ള മുദ്രാവാക്യം മുഴക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി വരുന്ന ഒരു തലമുറയും ലഹരിയുടെ ഇരുളറിഞ്ഞ അറകളിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും കേരളത്തിന്റെ തെരുവീതികളിലേക്ക് ഗ്രാമാന്തരങ്ങളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് ക്യാമ്പസുകളിലേക്ക് സുലഭമായിട്ട് കടന്നു വരുന്ന ലഹരി എന്ന മാഫിയ സംഘത്തെ ഒന്നിച്ചു പിടിച്ചു പുറത്താക്കുന്ന കാലം വരെ MSFP മുദ്രാവാക്യവുമായിട്ട് കേരളത്തിന്റെ തെരുവീതികളിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി പടയണി പേരാമ്പ്ര പട്ടണത്തിന്റെ തെരുവീതികളിലൂടെ ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യവുമായി മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുന്നില്ല. ഞങ്ങൾ ഈ ചെല്ലാൻ പോകുന്നത് പഞ്ചായത്തുകളിലേക്കും ശാഖകളിലേക്കും ഓരോ വീടിന്റെയും അകത്തളങ്ങളിലേക്കുമാണ്. അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് എവിടെയെങ്കിലും പതിയിരിക്കുന്ന ലഹരി മാഫിയകൾ ഈ സമൂഹത്തെ കാർന്നു തിന്നാമെന്ന വ്യാമോഹവുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ MSFകാരന്റെ കണ്ടനാളത്തിൽ അവസാനത്തെ ജീവനും അവശേഷിക്കുന്ന കാലത്തോളം ഞങ്ങളത് അനുവദിക്കില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു ചോദ്യം ഞങ്ങളിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിലെ എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. ഇവിടെ DYSPക്ക് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡുണ്ട്, ഇവിടെ ലഹരി നിർമ്മാർജ്ജന സമിതിയുണ്ട്, ഇവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട്, എക്സൈസ് ഉണ്ട്, അങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും എന്തിന് കേരളത്തിന്റെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് പുറം രാഷ്ട്രങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ ലഹരി ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ കിട്ടേണ്ടവർക്ക്, ഭരണകൂടത്തിലിരിക്കുന്നവർക്ക് അവരുടെ അന്തഃപുരത്തിലേക്ക് കിട്ടുന്ന പണം അങ്ങ് എത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയപ്പെടേണ്ട വസ്തുതയാണ്. അങ്ങനെ ഭരണത്തിന്റെ തണലിൽ ഇവിടുത്തെ യുവതയെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെ നശിപ്പിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ എല്ലാ കാലത്തും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാക്കില്ല. എല്ലാ കാലവും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് നരേന്ദ്രമോദി ഉണ്ടാവില്ല. അവിടെ നിന്നൊക്കെ നിങ്ങളെ പുറത്തിറക്കാൻ സജ്ജമായിട്ടുള്ള വലിയൊരു ജനസമൂഹമാണ് ഇന്ത്യയിലെ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും വോട്ടർമാരും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നന്ന്. ഞങ്ങൾ തന്നെ പറയാനുള്ളൂ, ഈ വിദ്യാർത്ഥികളെ, ഇവിടുത്തെ കുഞ്ഞുമക്കളെ, ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത, ഉപ്പയെ തിരിച്ചറിയാൻ പറ്റാത്ത, സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത, സഹപാഠികളോട് ദയാനുബന്ധ കാണിക്കാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങളെ ഭരണകൂടമേ നിങ്ങൾ വളർത്തുന്നതെങ്കിൽ അവരുടെയൊക്കെ കടിഞ്ഞാണിട്ടുകൊണ്ട് കൂട്ടിപ്പിടിച്ച് പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാനാണ് MSF മുന്നിട്ടിറങ്ങുന്നത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് പിന്നിൽ ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട്, ഈ സമരത്തോട് ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് വലിയൊരു സമൂഹമുണ്ട്. കാരണം ഈ സമരം ഒരിക്കലും രാഷ്ട്രീയ പ്രേരിത ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ഇത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും MSF ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നാളെ 4 വോട്ട് പെട്ടിയിലാക്കാം എന്ന് കരുതിയിട്ടല്ല, മറിച്ച് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിലൂടെ നടത്താനുള്ള ചുവരെഴുത്തുകളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ചുവരെഴുത്തുകളായിട്ടുള്ള ലഹരിയോട് നിങ്ങൾ നോ പറയൂ. പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നുള്ള ഏറ്റവും സർഗാത്മകമായിട്ടുള്ള മുദ്രാവാക്യവുമായിട്ടാണ് MSF കടന്നു വരുന്നത്. ഈ സമരത്തിൽ, ഈ ഒരു നൈറ്റ് മാർച്ചിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ സമരഭടന്മാർക്കും, സഹപ്രവർത്തകർക്കും, സുഹൃത്തുക്കൾക്കും, ഇതിനോട് ചേർന്ന് നിന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ CP മാസ്റ്റർ, മുഖ്യപ്രഭാഷകൻ മിസ്ഹബ് കീഴരിയൂർ ഉൾപ്പെടെ ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും MSF പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്